ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? ആധാരം കണ്ടൊക്കെ നമ്മളിപ്പോ വീട്ടിലേക്ക് പോണേ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും ഈസ്റ്റർ അടിച്ചു പൊളിച്ച് തകർത്തിട്ടൊക്കെ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ വീട്ടില് ഈസ്റ്റർ ഉണ്ടായില്ല. അതായത് ഈസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാ മുടി പിടിച്ച് വലിക്കാണ്. രണ്ടുപേർക്ക് എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ മുടിയുമ്പോ മാത്രം പിടിക്കണം. ഹാപ്പി ഹാപ്പി പറയല്ലോ അവരോടും. ഒന്നുകൂടി പറയും. ഈസ്റ്ററേ നമുക്ക് പേപ്പർ മരിച്ച കാരണം വലിയ ആഘോഷമല്ല. നമ്മള് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അതന്നെ ഈസ്റ്റർ. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിലെ ഈസ്റ്റർ എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാട്ടാ. പിന്നെ പറയാനുള്ളേ പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. ഇനി വീട്ടിലെ വിശേഷങ്ങൾ ഞങ്ങൾ പോട്ടെ. നമ്മള് 4 മണിക്ക് 3 മണിക്കൊക്കെ പോണെന്ന് വിചാരിച്ചു. ഇപ്പൊ സമയം 5 മണിയായി. ഇന്നലെ നമ്മള് പാതിര കുർബാനക്ക് പോയി. വൈകുന്നേരം ഇപ്പൊ ഇവരെ കൊണ്ട് പാതിര കുർബാനക്ക് പോയി. ഇവര് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഉറങ്ങി. പിന്നെ നമ്മള് വീട്ടില് പാതിര കുർബാനക്ക് കഴിഞ്ഞ് വന്നപ്പോ 2 മണിയായി. അപ്പൊ ഉറങ്ങി കഴിഞ്ഞപ്പോ നേരം വൈകി. അപ്പൊ പിന്നെ ഉച്ചക്ക് കുറച്ചു നേരം കിടന്ന് ഉറങ്ങി റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ റെസ്റ്റ് ഒക്കെ എടുത്ത് ഫ്രഷ് ആയിട്ട് നമ്മൾ ഇനി വീട്ടിലേക്ക് പോവാണ്. അതെങ്ങടെ പോണേ? പള്ളിക്കാ? എവിടേക്ക് പോണേന്ന്? കാടുകുറ്റിക്ക്. ഹാപ്പി ഈസ്റ്റർ പറഞ്ഞല്ലോ അവരോടും. ഫുഡ് കഴിച്ചോന്ന് വെച്ചേ? ഫുഡ് കഴിച്ചോ? സുഖാണോ? അപ്പടെ ചോണില്ലേ? ഇപ്പൊ കിട്ടും നിനക്കുള്ള അടി. കിട്ടിയില്ലേ? എന്നിട്ട് ഫോണ് ഇതാദ്യം പുതിയ ഡ്രസ്. ഇതെന്റെ പുതിയ ഡ്രസ്സാന്ന് പറഞ്ഞേ. അപ്പൊ വാങ്ങിച്ചതാ? ഇസ്തായ? അമ്മാമയാ? മൊട്ടയാ? ഓക്കെ ബൈ ടാറ്റാന്ന് പറഞ്ഞേ. നോക്കട്ടെ. ഫ്രീക്കനെ കാണിച്ചു കൊടുക്കട്ടെ. ഫ്രീക്കൻ ഒന്ന് സ്മൈൽ ചെയ്തേ. അതാണ് എന്റെ ഫ്രീക്ക്. ദേ പോണ് കുർബൻ. അമ്മാമ എന്തേ നോക്കി? ഡേസി അമ്മാമ വിളിക്ക് ഡേസി അമ്മാമനെ വിളിക്ക്. ചെരുപ്പൂരിട്ട് വിളിക്കണേ? ചെരുപ്പൂ 2 കൗണ്ട് കാണിച്ചു കൊടുക്ക്. കാണിച്ചു കൊടുക്കണോ? ചെപ്പൂരിട്ട് പോള് വെച്ച് ചെപ്പൂരപ്പ വിളിക്ക്. വിളിയേക്കണില്ലല്ലോ. അതാ ഒന്നുകൂടി വിളിക്ക്. വണ്ടി കിട്ടിയ അസി എന്ത് നോക്കിയേ? അച്ചിക്കുട്ടനോ അച്ചിട്ടുനോ? അമ്മാവ വന്നു. അമ്മാവയുടെ കുളി വേഗം കഴിഞ്ഞില്ലെന്ന്. നീര് വന്നുണ്ടാ ഇവിടെ? അളിന്റെ ഒരേപോലത്തെ ഷർട്ട് സ്നേഹിക്ക് ഇന്നലെ മേടിച്ച് അവിടെ അവട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് എന്തിയായിരുന്നേ? നേരത്തെ പോന്ന പല്ലുവേടന നീര് വന്നിട്ടുണ്ട്. അതിനാണ് ഉപ്പൊള്ളൊക്കെ പിടിക്കണ്ട്. സ്റ്റിച്ചിട്ടല്ലേ? തണുത്ത സാധനങ്ങളല്ലേ കുടിക്കുക? പറ്റില്ലല്ലോ. ഐസ്ക്രീം പണി കെട്ടിയിരിക്ക. എനിക്ക് പണി കെട്ടിയിരിക്കായിട്ട് അമ്മച്ചിക്ക് വേദന എന്നും വന്നാലല്ലേ ഒരു ദിവസം പോലും എനിക്ക് അസുഖമില്ലാത്ത ദിവസം വേദന തീരുമ്പോ മറ്റൊന്നും അതിന്റെ കുരിശിന്റെ വഴിയുടെ പോലെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ചുമ ആശുപത്രിയിൽ പോയി. ദേ ഇപ്പൊ വീടിന്റെ അടുത്ത ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ഇപ്രാവശ്യം പല്ലുവേദന. അമ്മാമനോട് തട്ടല്ലേ? അമ്മാമിക്ക് പോവാ.
പല്ല് മുമ്പ് കേടുണ്ടായ ഒരു ഓട്ടം വന്നിട്ടുണ്ടേ കാരണം കൂടി ഉണ്ട് ഇനി അത് റൂട്ട് കനാലാണ് ഇതിങ്ങനെ സൈഡിൽ കൂടെ ഒരു ഓട്ടം വന്നേക്കണം എനിക്കാണ് മറ്റേ ഇഡ്ഡലിക്ക് കുത്തിയിട്ടാണ് പല്ലു കുത്തുന്നില്ല പല്ലിന്റെ ഇടയിലെല്ലാം കുത്തുന്ന അത് ഇവിടെ വായി വിളിക്കുന്നു അകലുള്ള തന്നെ എന്തെങ്കിലും കഴിച്ചപ്പോ പല്ലിന്റെ ഇടയിൽ കയറപ്പോഴാണ് ഞാൻ കുത്തണ കുമ്പനാഥം എന്റെ പൊന്നെ ആദത്തിന്റെ ആദം പോയി അപ്പടി ക്ഷീണിച്ച് അവിടും പോയി ആടെ പറഞ്ഞ ഭയങ്കര ലൂസ് അത് ഭയങ്കര എല്ലായി പോയി. എന്നിട്ട് ഇത്ര ലൂസ് കഴിഞ്ഞ പ്രാവശ്യേ നല്ലോണം നന്നായി ഇത് ഒരു രണ്ടുപേരും കൂടി ഒന്നിച്ച് മേടിച്ച പോലെയല്ലോ. ഇതന്ന് കല്യാണത്തിന് ഇട്ടുണ്ടായിരുന്ന ഡ്രസ് തന്നെയുള്ളോ അന്നയുടെ മനസ്സുഖത്തിന്? അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അവര് ഭയങ്കര നേരത്തെ വന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ സലൈൻ ഡ്രോപ്സ് പറഞ്ഞു മറക്കല്ലത് കഴിയാറായിണ്ടായി. അപ്പൊ ചാലക്കുടിയില് വാങ്ങിച്ച് ഇറങ്ങി അത് വാങ്ങിച്ചു. പിന്നെ പിന്നെ ഫ്രൂട്ട്സ് ഇരുട്ട് 3 മണിക്ക് പോകരുത്. 3 മണിക്ക് പോകരുത് ഉറങ്ങിയിട്ടില്ലേ? അയ്യോ കുളിപ്പിച്ചൊന്നില്ല. ഞാൻ ഇവന് കുറുക്കുണ്ടായി കാണിച്ചു കൊടുക്കണ്ട. ഹസിക്കുട്ടന്റെ ചിത്രം വരയുന്നുണ്ട്. പുതിയ വീട്ടിലെ ചിത്രം വരയ്ക്കാൻ നിന്ന് കഴിഞ്ഞാ രസം ഉണ്ടാവും. അവിടെ മഴയില് അതെന്റെ പോലെ ഒരുങ്ങി വന്നു കഴിഞ്ഞ് ഡ്രസ്സൊക്കെ പറഞ്ഞു. എനിക്ക് ഒരുങ്ങാനില്ല. നാത്തൂൻ സ്പെഷ്യലായി ഉണ്ടാക്കിയ കട്ട്ലേറ്റ് ആണ് കേട്ടോ. ഈസ്റ്ററായിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായി. ഞങ്ങൾക്ക് ഇതേ 2-3 എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സംഭവം അടിപൊളിയായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പറായിരുന്നു. ചെറായിട്ട് എന്നിട്ട് ഉണ്ടാക്കിയേക്കണേ. ചെറായിട്ട് മീൻകറി. ഇത് എന്നിട്ട് മീനമിച്ചി മീനാണ് ഓലക്കൊടിയെന്ന്. നല്ല മുറുക്കണ്ട കേട്ടോ ഈ മീന്. മാങ്ങിയിട്ട് തേമച്ചി പാല് വീഞ്ഞ് കറി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ കറി. ചിക്കൻ ചൂടാക്കി ആവി പൊറുക്കുന്നു. അടുത്ത കറി പോർക്ക് ഫ്രൈ ഡ്രൈ ഫ്രൈ ആണല്ലോ. പിന്നെ കായും ബീഫും. അതല്ല ഈ ബീഫ് എന്താ ഇതിന്റെ ഉള്ളിൽ വെച്ച ഈ ചട്ടിയില് മൺചട്ടിയിൽ വെച്ച ടേസ്റ്റ് ഉള്ള പിന്നെ അതോടെ കിട്ടിയ കറികൾ വെച്ച് ഒരു പ്രത്യേക അല്ല മറ്റേ കഞ്ഞിയും കറികളും. കഞ്ഞിയും മൺചട്ടിയിൽ വെച്ച ആൾക്കാര് അത് കഞ്ഞി വെക്കണ കാലുണ്ട്. നമ്മളിവിടെ ഉണ്ട്. അല്ല ഇതുവരെ ഞാൻ മൺചട്ടിയിൽ വെക്കുന്നത് കണ്ടിട്ടില്ലേ. ഫസ്റ്റ് ടൈം മൺചട്ടിയില് പണ്ട് വെക്കാറ്. മറ്റേ അടപ്പത്ത് വെക്കുമ്പോ ആ ചട്ടികൾ കൂടി ഇരിക്കുന്നുണ്ട്. പക്ഷെ അടുപ്പ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ആൾക്കാർക്കാർന്നു. അപ്പൊ ഞങ്ങള് ഈ അടുത്ത പരിപാടി നെക്സ്റ്റ് പരിപാടി ഫുഡ് അടിക്കലാണ്. കുളി കഴിഞ്ഞു. കുളിച്ചിപ്പോ തന്നെ ഇറങ്ങിയുള്ളൂ. ഇനിയിപ്പോ ചോറ പിള്ളേർക്ക് ഫുഡ് കൊടുക്കല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സാധനം കൂടി ഇട്ടാ ഫുഡ് കഴിക്കാൻ വേണ്ടത്. ഇത് പിന്നെ അറിയോ മറ്റേ വള്ളി നാരങ്ങയില്ലേ, അത് നല്ല ചോർക്കയില് പച്ചമുളകൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. ഇത് തുറന്നു കഴിയുമ്പോ ഒരു പ്രത്യേക തരം ഒരു മണം വരും. ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പുളി. പക്ഷെ എല്ലാവരും പറയും ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തിന്നരുത്, പിള്ളേർക്ക് മുടി ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പറയട്ടാ. പക്ഷെ ഞാൻ തിന്നുണ്ടായിരുന്നു. ഇതിവിടെ മുന്നേ സ്ഥിരം ഇടാറുള്ള ഇപ്പൊ ഇടാറില്ല. ഇത് ആരെയും ഇപ്പൊ തിന്നണം അമ്മച്ച് തിന്നണ്ടാ. ഇപ്പൊ ഞാൻ അപ്പച്ചന് ഇഷ്ടം. ഭയങ്കര കയ്പും പുളി കൂടി എടുക്കാട്ടെ. നമുക്ക് വണ്ടി പാർക്ക് ചെയ്താ നാളെ 8 മണിക്ക്
വണ്ടി സ്റ്റാർട്ട്. അതേ പോണ്. ഇവിടെ പാർക്ക് ചെയ്യണ്ട, അവിടെ പാർക്ക് ചെയ്താൽ മതി. സ്റ്റെപ്പിനെ പേടിയോന് ഇപ്പൊ പേടി പോയില്ല. അതെങ്ങനെയാ കാണുമ്പോളെ പേടി പറയും. പേടിയില്ല. പേടിയില്ല. സ്റ്റെബിയോന് വണ്ടിയിലൂടെ സ്റ്റെപ്പിനെ വിളിക്കാം. മുറിയിലവനുണ്ട് കേട്ടാ. വണ്ടി എടുക്കാൻ പോവാന്ന്. പാപ്പച്ചിന്ന കൈയൊട്ട് കൈയൊട്ടുണ്ട് കൈയൊട്ട് പാപ്പച്ചിന്ന ഇട്ട് തല്ലിട്ട് ഇതിന് മോത്തടി ഒടിക്കില്ല. ഫോണ്ട് ഇതുവരെ മാറ്റിയവൻ അതാ അപ്പുറം ഇട്ടിട്ടിട്ടിട്ട് ആദ്യത്തിനോട് പറയട്ടെ. അറിയാം മാമയുടെ പേര് തെറ്റാ. കുമ്പനാഥം. നമ്മുടെ ഈസ്റ്റർ പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈസ്റ്റർ ആയിട്ട് അമ്മച്ചിക്ക് നല്ല 8ന്റെ പണി ഇപ്പോഴും മാറിയിട്ടില്ല. നീര് ഇങ്ങനെ വേദന എടുക്കണുണ്ട്, നീരുണ്ട്, നീര് കുറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഇത് 3-4 ദിവസം ഉണ്ടാവുന്നല്ലേ. ചിലപ്പോ ഷുഗർ സ്റ്റിച്ച് ഇട്ടേക്കണ കാരണമാണെന്ന് തോന്നുന്നു. ഇവിടെ വേദനയുണ്ട്. എന്നാലും പല്ലുവേദന എത്ര ദിവസത്തേക്ക് നിക്കാറില്ല അമ്മച്ചിക്ക്. കുറെ ദിവസമായിട്ട് പല്ലുവേദന തുടങ്ങിയിട്ട്. അപ്പൊ അവര് ഫസ്റ്റ് തന്നെ പറഞ്ഞു റൂട്ട് കനാല് ചെയ്യണത്. പിന്നെ പല്ല് ഇളകി തുടങ്ങി. അപ്പൊ പിന്നെ അത് പറിച്ചളയാന്ന് വിചാരിച്ചു. അങ്ങനെ പറിച്ചപ്പോണെങ്കിൽ അതിന്റെ പറഞ്ഞു അത് നീ വെച്ചിട്ട് റൂട്ട് കനാൽ ചെയ്തിട്ട് വലിയ കാര്യമില്ല. അപ്പൊ കനാലും മാറ്റി എടുക്കലാക്കി കഴിഞ്ഞപ്പോ ഇങ്ങനെയായി. എന്നാലും ഇത്ര ദിവസം ഉണ്ടാവാറില്ല വേദന. ഇപ്പൊ ഒരു ദിവസമൊക്കെ ഉണ്ടാവാറുള്ളൂ. പിന്നെ തണുത്ത സാധനങ്ങളൊന്നും കഴിക്കാം. പിന്നെ അതുമേന്ന് ഇങ്ങനെ ചോര വന്നോണ്ടിരിക്കായിരുന്നു. ബ്ലീഡിങ് സാധനങ്ങൾ കഴിക്കാനാ പറഞ്ഞ. പക്ഷെ എനിക്ക് തണുപ്പ് പറ്റില്ല. തണുപ്പ് കഴിച്ചു കഴിഞ്ഞാൽ കവൾക്കൊണ്ടു ഞാൻ വെള്ളം ഒഴിച്ച് കവൾക്കൊണ്ടു. തണുപ്പ് കഴിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം വരും. ചൂട് കഴിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം വരും. അപ്പൊ അങ്ങനെ ഇപ്പൊ പോണ്. അങ്ങനെ നമ്മുടെ ഈസ്റ്റർ ആയിട്ട് അമ്മച്ചിക്ക് സത്യത്തിൽ ഒന്നും തിന്നാൻ പറ്റില്ല. 50 ദിവസം നോമ്പെടുത്തിട്ടാണെങ്കിൽ കട്ട പണിയും കിട്ടി. കറക്റ്റ് ദിവസം പല്ലെടുക്കുകയും ചെയ്തു. പ്രശ്നമല്ല, വേദന മാറി കിട്ടിയാൽ മതി. അത് ഇനിയും കഴിക്കാലോ. അങ്ങനത്തെ വിശേഷങ്ങൾ അപ്പൊ ഇവിടെ. അപ്പൊ പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മറക്കാണ്ട് കമന്റ് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്ക് കമന്റ് തമന ശരി. അപ്പൊ